നമസ്കാരം. ഉയർന്ന ചിന്താമണ്ഡലം, ഇതാണ് ഇന്നത്തെ വിഷയം. ഉയർന്ന മണ്ഡലമുണ്ട് എവിടെയും. നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ AC റൂമൊക്കെ ഇല്ലേ, അത് കുറച്ച് ഉയർന്നതാണ്. തിയേറ്ററിൽ പോയാൽ പണ്ട് കാലത്താണെങ്കിൽ തിയേറ്ററിൽ 3-4 ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. എൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള പട്ടാമ്പിയിൽ ഓലപ്പരാട്ടാക്കിയത് 4 ടിക്കറ്റ്, 5 ടിക്കറ്റ്, 8, പിന്നെ 10, 1 ഉറുപ്പ്യ, 12. പല ക്ലാസ്സുകളാണ്. കൂട്ടുകാരുടെ കൂടെ പോവും. 4 ടിക്കറ്റ് തറയിലിരുന്നിട്ടാണ് ഞാൻ മലയാളത്തിലെ ഒട്ടുമുഖ്യ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. 4. പണ്ടത്തെ കുട്ടിക്കുപ്പായൊക്കെ 4 ടിക്കറ്റ് എടുത്തിട്ട് കണ്ടതാണ്. ഇതുപോലെ ചിന്താമണ്ഡലത്തിനും റേഞ്ച് ഉണ്ട്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആണ്. ചിന്താമണ്ഡലത്തിന്റെ റേഞ്ച് സാധാരണഗതിയിൽ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ നമ്മളറിയാതെ ചിന്താമണ്ഡലത്തിനൊരു മാറ്റം വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. മദ്രാസിലേക്ക് ഫ്ലൈറ്റ് കയറി അവിടെ എപ്പോഴാ ഫ്ലൈറ്റ് ഇറങ്ങുക എന്നുള്ള ചിന്തയാണ്. എന്നിരുന്നാലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ചിന്താമണ്ഡലത്തിന് ഇതേമാതിരി ഒരു ഉയർച്ച ഉണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ഒരു ഗുരുനാഥൻ എന്നോട് ഉപദേശിച്ചു, ലളിതാ സഹസ്രനാമം ദിവസേന വായിക്കാറില്ലേ? ഉണ്ട്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി കിട്ടുന്നു. ആ ഗുരുനാഥൻ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ പുസ്തകം കയ്യിലുണ്ടാവും, മേഘത്തിന്റെ മുകളിൽ എത്തുന്ന ഒരു മണ്ഡലം ഉണ്ടല്ലോ, വിമാനം. മേഘം മുകളിലായി തോന്നും. കുറെ കഴിയുമ്പോ മേഘം താഴെയാ, നമ്മൾ അതിനേക്കാൾ ഉയരെ. നമുക്കപ്പൊ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മുടെ നിയന്ത്രണത്തിലാണോ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം? ഇരു കൈ കൊണ്ടും കാലുകൾ കൊണ്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ മുകളിലാകാം, പർവ്വതത്തിന്റെ മുകളിലാകാം. അങ്ങനെ വരുമ്പോ ചിന്താമണ്ഡലത്തിന് മാറി. ജീവിത വീക്ഷണത്തിനൊരു മാറ്റം വരില്ലേ ചിന്തയെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ? മകള് ഭാവിയിൽ എന്താവും? ഇപ്പൊ വയസ്സ് 5 ആയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ സ്കൂളില് ചേർത്തിയാൽ മതിയോ? ഇന്ന സ്കൂളിൽ നിലവാരം കുറവുണ്ടോ? അവിടേക്കാണ് ചിന്ത പോകുന്നത്. വളരെ യഥേച്ഛയാ. എത്ര സമ്പത്താണെന്ന് തനിക്കറിയാത്ത ഒരു കോടീശ്വരനെ പരിചയം. പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സമ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എത്ര കോടി എന്നൊക്കെ. അതിന്റെ അപ്പുറ കാര്യം. അപ്പൊ അദ്ദേഹം ഓടി നടക്കുന്ന കാര്യവും വണ്ടി ഓടിച്ചു പോണ കാര്യം വളരെ ഇടയ്ക്ക് പറഞ്ഞു. ഒരു മകനാണുള്ളത്, മകന് ഇതിലൊന്നും താല്പര്യമില്ല, വാസന വേറെ. ഇതേമാതിരി ചിന്താമണ്ഡലത്തിന്റെ ഉയർച്ച, അത് നമുക്ക് ഉയർത്തണം. മനുഷ്യജന്മത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം മാറ്റണം. ഏത് സമയത്തും അയൽക്കാരനായിട്ട് എങ്ങനെ ബഹളം ഉണ്ടാക്കാം, വഴക്കുണ്ടാക്കാം, ഇങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? അവരുടെ തരംഗങ്ങൾ നമ്മളെ താത്തും.
നിങ്ങളിപ്പോൾ ആരോടാ സംസാരിച്ച്? ആരോട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നെന്ന് ആ വ്യക്തിയുടെ ചിന്താ തരംഗങ്ങൾ ഈ വ്യക്തിയെ സ്വാധീനിക്കും. ആ തരംഗ സ്വാധീനം എല്ലാവരും ബാധിക്കും. എൻ്റെ ചിന്താ തരംഗങ്ങൾക്ക് ശക്തി കുറവാണെങ്കിൽ കാണാൻ വരുന്നവരോട് ഞാൻ അയൽവാസിയുടെ കുറ്റം പറയും. അസൂയ, കുശുമ്പ്, ഇതൊക്കെ ചിന്താ തരംഗങ്ങളെ താത്തുന്ന വിഷയങ്ങളാണ്. ചില കാര്യങ്ങൾ അതിലേർപ്പെട്ട വ്യക്തികളെ എപ്പോഴും ചിന്താതരംഗങ്ങൾ താണ വ്യക്തികളുണ്ട്. അവര് നമ്മളെ താഴ്ത്തിക്കൊണ്ടിരിക്കും. ചിലര് നമ്മളെ അവരുടെ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കും. നടന്നു പോകുമ്പോൾ 2 പരിചയക്കാരനെ കണ്ടു. ഒരാൾ അവിടെ ഇരിക്കണം, മറ്റാളും പരിചയക്കാരനാണ്. അയാൾ കുറച്ച് ഇപ്പുറത്തിരിക്കണം. 2 പേരുടെ അടുത്തും കസേരയുണ്ട്. ആ സമയത്ത് മനസ്സാലോചിക്കണം, അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് വളരെ ഉയർന്ന ചിന്താതരംഗമുള്ള ആളാണ്. വലിയ കാര്യത്തെപ്പറ്റി പറയുന്നു. അസൂയ, കുശുമ്പ്, പരദൂഷണം, ഇതൊന്നും അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറയുകയും ഇല്ല. ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ വളരെ വേണ്ടപ്പെട്ടവനാണ്. നമുക്ക് ആരൊക്കെ പരിചയമുണ്ട്, അവരൊക്കെ കുറ്റം പറയാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. ബാക്കി പറയാം, അവൻ എന്നോട് കുറച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ട്, അവനോടിക്ക് മറുപടി കൊടുക്കണം, ഇതൊക്കെ പറയാൻ പറ്റുന്ന ആളവിടെ. അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അനുഭവമല്ലേ. ആ ഉയർന്ന മണ്ഡലത്തിലുള്ള ചിന്താമണ്ഡലമുള്ള ആളവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. മുമ്പിലൊരു കസേരയുണ്ട്. ആ ആൾക്ക് ആകെ കൈകൊണ്ടൊരു ഹായ് മാത്രം. ഇനി അവിടെ പോയിട്ട് ചായ കുടിച്ചാൽ ആ ചായയുടെ കാശ് വരെ അയാൾ കൊടുക്കട്ടോ. അയാൾ ഈ ചായയുടെ കാശ് കണക്ക് വെക്കുന്ന ആളല്ല, ഉയർന്ന മണ്ഡലമാണ്. പക്ഷെ നമ്മൾ താണ മണ്ഡലത്തിൽ നിൽക്കുകയാണ്. അപ്പുറത്ത് അവിടെ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റുന്ന ആളാണ്. ചിലപ്പോൾ അവൻ ചായ കുടിച്ച കാശും നമ്മൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, നഷ്ടമില്ല. അവിടെ ചോദിക്കും, എന്താണല്ലോ അപ്പൂട്ടം പിന്നെ എന്നാലും അവസാനം പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളെ ലോ തരംഗത്തിലേക്ക് മാറ്റി. ഇത് ജീവിതം മുഴുവൻ ഇതിൽ ഘടകമാണ്. ഉയർന്ന ചിന്താമണ്ഡലത്തിലേക്ക് ഉയരുന്ന സമയത്ത് പണ്ട് കാലത്ത് അവര് നാടകം കാണാനും സിനിമ കാണാനും പോകരുത് എന്ന് ആചാര്യന്മാർ പറഞ്ഞു. ഞാൻ നാടകം എഴുതിയിട്ടുണ്ട്, സിനിമ എഴുതിയിട്ടുണ്ട്, അതിനെ കുറ്റം പറയാന്ന് വിചാരിക്കരുത്. ഉയർന്ന ചിന്താമണ്ഡലത്തിലേക്ക് നിൽക്കുന്ന ഭക്തി, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ 41 ദിവസത്തെ വ്രതം അത് നോട്ടിരിക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിലേക്ക് നമ്മൾ ഉയരണം. ബാക്കി പലതും കൈകാര്യം ചെയ്യുന്നത് ദൈനംദിന താണ ചിന്താതരംഗങ്ങളാണ്. പുരാണ കഥകൾ ഒഴിച്ച് ബാക്കി നോവലുകള്, കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വിവരിക്കുന്നത് തന്നെ താണതരം മനസ്സിന്റെ വിക്രിയകളാണ്. അത് എത്ര ഭംഗിയായിട്ട് എഴുതിയാലും, നോവലായാലും കഥയായിരുന്നാലും ശരി, മനസ്സിന്റെ ഏറ്റവും താണതലമാണ്. ഒരു പേജ് വായിക്കുമ്പോഴേക്കും നമുക്ക് ആദ്യം വൃത്തികേട് തോന്നും, ക്രമേണ ഇതാണ് ജീവിതം എന്ന് നമുക്ക് തോന്നും. നമ്മുടെ തരംഗം മാറും. ഏതൊരാളും വേണ്ടത് ഈ ചിന്താതരംഗത്തെ ഉയർത്തണം. ഉയർത്തണമെങ്കിൽ ഏത് സാഹചര്യത്തിലും ഹൈ വൈബ്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ വാക്ക് പറയുമ്പോഴൊക്കെ കുഴപ്പമുണ്ട്. വലിയ കസേരയിൽ ഇരിക്കുക, ഭയങ്കര വാഹനത്തിൽ വരിക, ഇതൊന്നും ആവണമെന്നില്ല. ചിലൊരു വലിയ തരംഗത്തിൽ, എനിക്ക് അനുഭവമുണ്ട്,
തിരുവണ്ണാമല മുതൽക്ക് പല സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവരുണ്ട്. അവരുടെ വസ്ത്രധാരണമൊക്കെ ചിലപ്പോൾ മോശമായിന്ന് വരും. ആ കൂട്ടത്തിൽ വസ്ത്രധാരണം മോശമായവരിൽ ഹൈ വൈബ്രേഷനിലുള്ളവരുണ്ട്, താണ വൈബ്രേഷൻകാരും ഉണ്ട്. എല്ലാവരും ഒരേമാതിരി നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയില്ല. മുഷിഞ്ഞ കുപ്പായാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ ഉയർത്തും. ചില സ്വാമിമാര് ആദ്യം നീ ആരാന്ന് അന്വേഷിക്ക് പറഞ്ഞില്ലേ? നീ ആരാന്ന് ആദ്യം അന്വേഷിക്ക്. ഈ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ തരംഗങ്ങൾ മാറി ലോകങ്ങൾ തന്നെ മാറുന്നു, മനസ്സിന് ശാന്തി ഉണ്ടാകുന്നു, ഉത്തമനായിട്ടുള്ള മനുഷ്യൻ ആയി മാറും. അനുദിനം ആരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.